എന്താ കുഞ്ഞാലിക്ക നിങ്ങൾ ഈ പറയുന്നത്? അസുഖമായിട്ട് കിടക്കുന്ന മേരി അവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് അന്വേഷിക്കേണ്ടതാണോ? അതിപ്പോ നീ അങ്ങോട്ട് ചെന്ന ഓന്റെ കയ്യിൽ പെടൂലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ ബേജാറാവാതെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി കുത്തിരിക്കേ. സംഗതി ഞാൻ അന്വേഷിച്ച് പിടിച്ച് വിവരം തന്നാ പോരെ. ചെല്ല്. പറയുന്നത് കേൾക്കൂ പീറ്റർ, പ്ലീസ്. പീറ്റർ, പീറ്റർ ഞാൻ പറയട്ടെ. പീറ്റർ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. പീറ്റർ, കേൾക്കൂ. ഇല്ല, എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് കേക്ക് പീറ്റർ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളെ ചരിത്രത്തിൽ ഞാൻ ഓടി രക്ഷപ്പെട്ടതും ഇത്രയും കാലം പിടിതരാതിരുന്നതും ശിക്ഷയെ ഭയന്നിട്ടല്ല. എനിക്കെന്നെ മേരിയെ രക്ഷിക്കണം. ഞാൻ ജയിലിൽ പോയാൽ എന്റെ മോൾക്ക് അവളുടെ അമ്മയെങ്കിലും ഉണ്ടാകണം. ഇല്ല പീറ്റർ, നിനക്ക് നിന്റെ മേരിയെ രക്ഷിക്കാൻ കഴിയില്ല. നിനക്കറിയോ, ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാ നിന്റെ ഭാര്യയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നിന്നെ കൂട്ടിക്കൊണ്ടുപോകേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ. പക്ഷേ ഇപ്പൊ നീ ഇവിടെ നിൽക്കേണ്ടത് അതിനേക്കാൾ വലിയ ആവശ്യമാ. അവരൊന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ വരവും പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ കാത്തിരിക്കുക. പൊയ്ക്കോളൂ പീറ്റർ, ഞാൻ തടയില്ല. നിന്നോടൊപ്പം കഴിയാൻ കിട്ടുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ, അത് മാത്രമേ അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിക്കൂടാ. ശ്രീനി, എന്റെ പേര് കരഞ്ഞോളൂ. എല്ലാം കരഞ്ഞു തീർത്തോളൂ. വീട്ടിൽ ചെല്ലുമ്പോ ഒരു തുള്ളി കണ്ണീര് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണം. അതുവഴി നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. രോഗികളെ സുഖപ്പെടുത്തുവാനും ബലഹീനരെ ശക്തിപ്പെടുത്തുവാനും പാപികളെ രക്ഷിക്കുവാനുമായ കർത്താവേ, മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. മേരിയുടെ ദീനം ഒക്കെ മാറി. മോള് വാ, നമുക്ക് അപ്പച്ചന് കാപ്പി എടുത്തോണ്ട് വരാം. അച്ചായ, എല്ലാരും പറയുന്നു എന്റെ അസുഖം മാറിയെന്ന്. എനിക്കെന്തോ വിശ്വാസം വരാത്ത പോലെ. എന്താ മേരി നീ പറയുന്നു? അച്ചായൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ.
മാറിയോ അച്ചായ? സമാധാനമായി എനിക്ക്. നക്ഷത്രങ്ങളും മാലാഖമാരും ചുറ്റും നിരന്നു നിൽക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പൊ ഞാനൊന്നും കാണുന്നില്ല. അച്ചായനുണ്ടല്ലോ അടുത്ത്. മോളുടെ കൈയും പിടിച്ച് നമ്മൾ രണ്ടും കൂടി പെരുന്നാൾ കൂടാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമുക്ക് പോവാൻ പറ്റും അല്ലേ അച്ചായ? അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? മരിക്കാൻ പേടിയില്ല എനിക്ക്. പക്ഷേ അച്ചായൻ ഒറ്റയ്ക്കാക്കിയിട്ട്, എന്റെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരുമിച്ച് ജീവിച്ച് മതിയായില്ല അച്ചായ. ലാസ്റ്റ് ബസ്സും പോയല്ലോ സാറേ. എന്റെ ഈശ്വര, ആരാടാ നീ? പീറ്ററിന്റെ വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ദയവ് ഇത് പോരുത്. അത് പറയാ നീ ആരാടാ? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. മോറണം പന്നി. ശ്രീനിവാസൻ, എന്താ ഉണ്ടായത്? ശ്രീനിവാസൻ, വീട്ടിലൂടെ അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് അവനെ കിട്ടില്ല. ശ്രീനിവാസൻ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ മതി. ഇനി എല്ലാരും ഒന്ന് പുറത്തേക്കണം. പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ.
സിസ്റ്റർ ശ്രീനിവാസൻ മോളിൽ IC യൂണിറ്റിലാ. പീറ്റർ, നീ എനിക്ക് മാപ്പ് തരണം. ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നന്ദി. അവള് പോയി, എന്റെ മേരി പോയി. എന്നെയും ആനിപ്പോളയും അമ്മച്ചി എല്ലാം വിട്ടിട്ട് എന്റെ നെഞ്ചിൽ തലയാഴ്ച അവള് കണ്ണടച്ചത്. അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനിതെല്ലാം ചെയ്തത്. അന്ന് ഞാൻ ബസ്സിൽ വെച്ച് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കള്ളം പറഞ്ഞു. ജയിലിൽ പോയാൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന്. ഇനി ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ മോൾക്കും അമ്മച്ചിക്കും വേറെ ആരുമില്ല. അവരെ